ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നി ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് രാശിചക്രത്തിലെ ഏഴാമത്തെ രാശി, അതായത് മേടം മുതൽ എണ്ണുമ്പോൾ ഏഴാമത്തെ രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. ഈ തുലാം രാശിയിൽ ജനിക്കുകയും ആ രാശി അതായത് ആ തുലാം രാശി ലഗ്നമാകുകയും ആ ലഗ്നത്തിൽ ജനിക്കുകയും ചെയ്യുമ്പോൾ ആചാരം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. ഈ 12 രാശി നമുക്കുള്ളൂ. ആ 12 രാശിയിൽ 12 ലഗ്നഭാവങ്ങളും ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് 12 ലഗ്നത്തിൽ ജനിച്ചത് കൊണ്ട് 12 തരം ആൾക്കാരെ ഉണ്ടാകുള്ളൂ. അങ്ങനെയല്ല. നമ്മുടെ ഒരു ഡിഗ്രി മിനിറ്റിൽ ജനിച്ച ഒരുപാട് പേരുടെയും ഫിംഗർ പ്രിൻ്റ് ഒരേപോലെയല്ല, അത് മനസ്സിലാക്കുക. ഇവിടെ ഓരോ ജീവിത യാത്രാനുഭവങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഓരോ ആൾക്കാരുടെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഒരാൾ ജനിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ ജനിക്കുന്ന ഒരു ജാതകവും ഈ ചേരിയിൽ ജനിക്കുന്ന ഒരു ഗ്രഹം ഒരേ ഡിഗ്രി മിനിറ്റിൽ നിൽക്കുന്ന പേർക്കും 2 വ്യത്യസ്ത അനുഭവങ്ങളാണ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കുക. നമ്മുടെ കർമ്മം ചെയ്യാണ്ട് നമ്മൾ കർമ്മം ചെയ്യാണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നമ്മൾ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇത് പൊതുവായ രീതിയിലുള്ള ഫലം മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പ്, ദൃഷ്ടി, ഭാവം ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ജാതക വിചിന്തനം ചെയ്യണത്. അപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇവിടെ കാരണം വെച്ചാൽ നമ്മൾ ബോർഡിൽ എഴുതി തയ്യാറാക്കേണ്ട ഒരു ആവശ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ ആചാരം പറഞ്ഞതാണ് പറയണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ബുക്ക് നോക്കിയിരിക്കുന്നത്. കാരണം ബോർഡിൽ എഴുതേണ്ടത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ടത്. നവാംശത്തെക്കുറിച്ച്, പിരിഞ്ഞുപോയ ദമ്പതികളെക്കുറിച്ച്, അഭിജിത്ത് മുഹൂർത്തം, അങ്ങനെ ഇനി ഓരോ കാര്യങ്ങൾ, ഇനി എങ്ങനെയാണ് ഒരു കൊച്ചിന് ജനനവുമായിട്ട് എങ്ങനെ ഒരു കൊച്ച് ജനിച്ച് കഴിയുമ്പോൾ എങ്ങനെ ജാതകം കെണിച്ചെടുക്കാം എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോസുകൾ ഈ മീനം വരെയുള്ള ലഗ്നം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദുർഗ യൂട്യൂബ് ചാനൽ എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ വളരെ ദയനീയമായിട്ടുള്ള പോയിരുന്നൊരു എൻ്റെ ചാനലാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ കുറച്ച് സബ്സ്ക്രൈബ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒട്ടും നമ്മളുടെ വ്യൂസ്, അതുപോലെ തന്നെ വാച്ച് ടൈമും 400 വാച്ച് ടൈമിലേക്ക് ഒതുങ്ങി കിടക്കുന്നൊരു വീഡിയോ ആണ്. ഒന്നെങ്കിൽ നമ്മളുടെ നമുക്ക് കളർഫുള്ളല്ല. കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് ഫേഷ്യലൊക്കെ ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ലിഫ്റ്റൊക്കെ കിട്ടുന്ന പോലെ രീതിയിലൊന്നും നമുക്ക് എടുക്കാൻ അറിയില്ല. നമ്മളുടെ ഈ രീതിയിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ മനുഷ്യനാണ്, ചെറിയ വിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ വലിയ വിദ്യാഭ്യാസമായിട്ടൊന്നും വന്നതല്ല. ഞാൻ ജ്യോതിഷം പഠിച്ച് എൻ്റെ ഗുരുനാഥനെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് അറിവുകൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഗുണകരമാകട്ടെ എന്നുള്ളത്. അതുമാത്രമല്ല, വ്യത്യസ്ത അറിവുകളാണ് ഞാൻ ഒരാളല്ല പറയുന്നത്, പല രീതിയിൽ പറയുന്നത്. ജാതകം പിന്നീട് വിശദമാക്കാം. ജാതകത്തെക്കുറിച്ച്, വിവാഹം, നക്ഷത്രപ്പൊരുത്തം, പാപസ്വാമി, അതിനെക്കുറിച്ച് പിന്നീട് വിശദമാക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ദുർഗ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്നെപ്പോലെ ഒരു സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്നെപ്പോലൊരു ഉയർന്ന് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരുപാട് വീഡിയോസ് എന്നെ കാട്ടി നല്ല വീഡിയോസിൽ കാണുന്നുണ്ടാകും. എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളുണ്ട്. പിന്നെ മനുഷ്യനാണ്, ചിലപ്പോൾ വിക്കലും മുക്കലും ഒക്കെ ഉണ്ടാകും. അത് നിങ്ങൾ കാര്യമാക്കരുത്. അപ്പോൾ നമുക്ക് തുലാ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായ ഫലം ആചാരം പറഞ്ഞ് നമുക്ക് നോക്കാം. അതായത് ഈ രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയാണ്. 150 ഡിഗ്രി മുതൽ 210 ഡിഗ്രി വരെയാണ് ഈ രാശി നിൽക്കുന്നത്. ഒരു ത്രാസിൻ്റെ സ്വരൂപമാണ് ഈ രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത്. ഈ രാശി ചരരാശിയാണ്, പുരുഷരാശിയാണ്, ഓജരാശിയാണ്, വായുരാശിയാണ്, ശീർഷോദയ രാശിയാണ്, ദിനബലരാശിയും ആണ് എന്നാണ് പറയുന്നത്. ചിത്തിര 3, 4 പാദങ്ങളും, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ സാമാന്യം നല്ല പൊക്കമുള്ള ആളാവാം, നല്ല പൊക്കവും ഉണ്ടാകും, നല്ല ശരീരം ഉണ്ടാകും എന്നാണ് ആചാരം പറയുന്നത്. ആകർഷകമായ വ്യക്തി ഉള്ളവരായിരിക്കും ഉണ്ടാകും. അതായത് നമ്മൾ പറയാം, പൈസയൊക്കെ ദൂത്തടിച്ചിട്ട് നല്ല ആഡംബരമായിട്ട് നല്ലപോലെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന, ശരീരത്തിലായാലും മൊത്തത്തിലായാലും നല്ലപോലെ ധനം മുടക്കി ചെയ്യുന്ന ആളായിരിക്കും, അതാണ് പറയണത്. അതേപോലെ തന്നെ പരോപകാരിയായിരിക്കാം, രാഷ്ട്രീയത്തിലും താല്പര്യമുള്ളവരും ബുദ്ധിശക്തിയുള്ളവരും പ്രതിഭരും ആയിരിക്കും എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത്. ആളുകൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഒതുക്കി തീർക്കുന്ന ഇവർക്ക് പ്രത്യേക
എന്നീ ഗുണങ്ങളെല്ലാം ഈ തുലാം രാശിക്കാർക്ക് ഉണ്ടാകുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ സഞ്ചാരപ്രിയരും ശരരാശി ആയതുകൊണ്ട് സഞ്ചാരപ്രിയരായിരിക്കുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ശനിയുടെ ഉച്ചരാശി ആയതുകൊണ്ട് ശനി ഇഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ട് ശനിയുടെ ദൃഷ്ടിയൊക്കെ ശനി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുക, അവിടെ ശനിയുടെ ദൃഷ്ടിയൊക്കെ വരികയാണെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളാവാൻ സാധ്യതയുണ്ട് എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ജനസമ്മതിയും നേടും എന്നാണ് പറയുന്നത്. തുലാരാശിക്കാരുടെ അഷ്ടമാധിപൻ ശുക്രനായതുകൊണ്ട് ഇവരുടെ എല്ലാ വിഷമതകൾക്കും പ്രശ്നങ്ങൾക്കും കാരണം ഇവർ തന്നെയായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഇവർക്ക് ദീർഘായുസ്, അതായത് 1ഉം 8ഉം തമ്മിലുള്ള ബന്ധം, ദീർഘായുസ്, അതായത് നമ്മളിപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ മോഹം, ഗുഹ്യരോഗങ്ങൾ ഇവ എളുപ്പത്തിൽ ബാധിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ രോഗത്തിന് ഇടയുണ്ട്. ഇവരുടെ 10ാം ഭാവാധിപനാണ് ചന്ദ്രൻ, 10ാം ഭാവാധിപൻ ചന്ദ്രനാണ്. അതുകൊണ്ട് ഔഷധം, മധുരപലഹാരങ്ങൾ, പാല് ഇവ സംബന്ധമായ വ്യാപാരത്തിലും സെയിൽസ്മാന് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ജോലികൾക്കൊക്കെ ശോഭിക്കുക എന്നാണ് പറയണത്. അതേപോലെ ഇവർക്ക് ഏറ്റവും നല്ല ദിവസം ശനിയാഴ്ചയാണ് എന്നാണ് പറയുന്നത്. ജാതകത്തിൽ ആദ്യത്തിന് ഇഷ്ടസ്ഥിതി ഉണ്ടെങ്കിൽ ഞായറാഴ്ച ഭാഗ്യദിവസമായിരിക്കും. 3ാം ഭാവാധിപനായ വ്യാഴത്തിന് 6ഉം ഭാവാധിപത്യമുള്ളത് കൊണ്ട് സഹോദരങ്ങൾ ശത്രുക്കളായി മാറാം. ബുധനാഴ്ച സമ്മിശ്ര അനുഭവങ്ങൾ നൽകും. നല്ല നിറം നീലയാണ് എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആചാര്യൻ ഇതിൽ. അതുപോലെ തന്നെ ഇന്ദ്രനീലം, കല്ലിൻ്റെ കാര്യമൊന്നും ഞാനിവിടെ പറയണില്ല കേട്ടോ. അത് എത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ള കല്ലൊക്കെ ധരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധനനഷ്ടം മാത്രമുണ്ട്. കല്ല് ധരിച്ചത് കൊണ്ടൊന്നും ഒരാളുടെയും ജീവിതത്തിൽ മാറ്റമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 99% ആൾക്കാർക്ക് കല്ല് ധരിച്ചാൽ പോലെ, വേറെ നോക്കണ്ടല്ലോ. സർക്കാർ അരി കൊടുക്കേണ്ട, റേഷൻ കട വെക്കേണ്ട, എല്ലാവർക്കും സ്വന്തമേ ഉണ്ടാകേണ്ടത്. അതൊക്കെ ഒരു വലിയ ഒരു മാറ്റം വരിക. ചിലപ്പോൾ 100ൽ 10 5% അതിൻ്റെ ഒരു ഗുണം കിട്ടും. അതൊരു വിശ്വാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ അവിടെ വിശ്വാസമാണ് പ്രധാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തുലാം ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്നെപ്പോലൊരു സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടാൻ പ്രചോദനമാവുള്ളൂ. പുതിയ വീഡിയോസുകളൊക്കെ അടിപൊളി നല്ല വീഡിയോസുകളൊക്കെ ഞാൻ ഗ്രഹനിലപ്രകാരം ബോർഡിലൊക്കെ എഴുതി തയ്യാറാക്കി നല്ല വിചിന്താനത്തോടു കൂടി പറയും. ഇതതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.